ചെറ്റത്തരം എന്നൊരു വാക്ക്, രാഷ്ട്രീയ ചെറ്റത്തരം എന്നൊരു വാക്കിനെയും മുഖ്യമന്ത്രി ഇന്ന് ന്യായീകരിച്ചു. അദ്ദേഹം പറഞ്ഞത് നമ്മൾ സാധാരണ നിലയിൽ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്. അതിനപ്പുറത്ത് ജി സുധാകരനെ ചെറ്റ എന്ന് പറയുന്ന തരത്തിൽ ഞാൻ ഉപയോഗിച്ചിട്ടില്ല, അങ്ങനെ മനസ്സിലാക്കേണ്ട കാര്യമില്ല എന്നാണ്. അതൊക്കെ വിശദീകരിക്കുമ്പോഴും അത് വളരെ സമർത്ഥമായി അതൊരു രാഷ്ട്രീയ വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവരാൻ ജി സുധാകരന് കഴിഞ്ഞു. ഇപ്പോൾ ഇത് ചോദിക്കുമ്പോഴും മുഖ്യമന്ത്രിക്ക് പല രീതിയിൽ അതിനോട് പ്രതികരിക്കാം. എനിക്കൊന്നും ഇന്ന് ഏതോ ഒരു ചാനൽ മുമ്പ് ഉമ്മൻചാണ്ടി സംസാരിക്കുന്ന ഘട്ടത്തിൽ ഇതുപോലെ ഒരു ഇടപെടൽ ഉണ്ടായപ്പോൾ ഉമ്മൻചാണ്ടി എങ്ങനെയാണ് അതിനെ കൈകാര്യം, ഞാൻ പറഞ്ഞ നേതാക്കൾ ഡിഫർ ചെയ്യും. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന്റെ ഉമ്മൻചാണ്ടിയുടെ സ്റ്റൈലല്ല പിണറായി വിജയന്റെ സ്റ്റൈൽ. പക്ഷേ നികൃഷ്ട ജീവിയാണെങ്കിലും ശരി, അതല്ലെങ്കിൽ പിന്നെ അദ്ദേഹം നടത്തിയിട്ടുള്ള പരനാറി പ്രയോഗമാണെങ്കിലും ശരി, അതല്ലെങ്കിൽ കുലം കുത്തി പ്രയോഗമാണെങ്കിലും ശരി, കേരളം ധാരാളം ചർച്ച ചെയ്തിട്ടുള്ള ഇത്തരം പദപ്രയോഗങ്ങളാണ്. അതിന്റെ കൂട്ടത്തിലേക്ക് ഒന്നുകൂടി വരികയാണ് ഇങ്ങനെ ഇത്തരം പ്രയോഗങ്ങൾ നടത്തുമ്പോഴും ഇതുപോലെ സാധാരണക്കാരോടുള്ള പ്രതികരണത്തിലും. പണ്ട് 12 കോളേജ് പഠിക്കുമ്പോൾ അവിടെ കുട്ടിയത്തുകാരനായ പ്രിൻസിപ്പളോടാണ് എസ് കെ, പേര് ഞാൻ പറയുന്നില്ല. അപ്പോൾ നമ്മുടെ സംഘടനകളിൽ സമരം ചെയ്യും, പേര് പറയുന്നില്ല എസ് കെ, പോട്ടെ. അപ്പോൾ സമരം ചെയ്യും. അപ്പോൾ നമ്മൾ വിളിക്കുന്ന മുദ്രാവാക്യം തണ്ടാമുണ്ട ഗോപിപ്പിള്ളെ നട്ടല്ലൂരി കൊട്ടയിലാക്കി കൊട്ടിയത്തേക്ക് എത്തിക്കും എന്ന മുദ്രാവാക്യം അന്നുണ്ടായിരുന്നു. അന്ന് വിളിക്കുന്ന മുദ്രാവാക്യം കയ്യും വെട്ടും കരയും വെട്ടും, അല്ല കയ്യും വെട്ടും കാലും വെട്ടും, വേണ്ടി വന്നാൽ തലയും വെട്ടും എന്ന് നമ്മൾ വിളിച്ച മുദ്രാവാക്യം. ഇപ്പൊ അതിനെ കുറ്റബോധത്തോടെ ഓർക്കുന്നു. ഇപ്പൊ ആ മുദ്രാവാക്യം ആരും വിളിക്കില്ല. ഇപ്പൊ മുദ്രാവാക്യം വിളിച്ചാൽ മാധ്യമങ്ങളിൽ വലിയ വാർത്തയാകും, അക്രമാസക്ത മുദ്രാവാക്യമാണ് എന്ന് പറഞ്ഞാൽ കാലം മാറി മുദ്രാവാക്യമുണ്ട്. എസ് കെ ഉറപ്പായും എന്നെ ഏറെ ആശങ്കപ്പെടുത്തുന്നതും നിരാശനാക്കുന്നതും ഇപ്പൊ ഇന്ന് രാവിലെ ആ വാർത്ത വരും. എസ് കെ ഈ ചെറ്റത്തരം എന്ന വാക്ക് നമ്മൾ പൊതുവിൽ ഉപയോഗിക്കാൻ ആഗ്രഹിക്കാത്ത വാക്കാണ്. നമ്മൾ 10:30 വാർത്ത വായിക്കുമ്പോൾ CM പറഞ്ഞതും നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞെല്ലാം കൂടി 8 തവണയാണ് ചെറ്റത്തരം എന്ന വാക്ക് പിന്നെ പറയേണ്ടി വരുന്നത്. എസ് കെ ഒരു വാക്ക് ഇപ്പോൾ കാലാന്തരത്തിൽ പല വാക്കുകൾക്കും ലിംഗ്വിസ്റ്റിക്കലി മ്യൂട്ടേഷൻ സംഭവിക്കാറുണ്ട്. പണ്ട് കാലത്ത് ചെത്ത് എന്ന് നമ്മൾ പറയാറുണ്ട്. ചെത്ത് എന്ന് പറയുന്ന അക്കാലത്ത് ചെത്ത് തൊഴിലാളിയെ പറ്റി പറയുന്നതാണ് തെങ്ങേർ ചെത്തൻ. ഇപ്പം നല്ല ചെത്തുപയ്യൻ എന്ന് പറഞ്ഞ അർത്ഥം മാറി. പക്ഷെ എസ് കെ ചെറ്റ എന്ന വാക്കിന് അർത്ഥം മാറാത്ത വാക്കാണ്. ഇപ്പോഴും അതിനൊരു ഫ്യൂഡൽ മാടമ്പി സ്വഭാവമുള്ള വാക്കാണ്. ഫ്യൂഡൽ മാടമ്പികൾ താഴെയുള്ള ചെറ്റക്കുടലിൽ കഴിയുന്നവനെ എന്താണ്, അവൻ ചെറ്റയാണ്, അധമനാണ്, കൊള്ളാത്തവനാണ് എന്ന് പറഞ്ഞ അതേ അർത്ഥം തന്നെ ഇപ്പോഴും ഉള്ളത്. മുഖ്യമന്ത്രി ഇന്നത് ആവർത്തിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ചോദിക്കുകയാണ് എന്നു മുതലാണ് ഈ ചെറ്റത്തരം എന്ന വാക്ക് അൺപാർലമെന്ററി ചോദിക്കുന്നത്. എസ് കെ നമ്മുടെ മുഖ്യമന്ത്രി, ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രി അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചുകൂടാ. ഇപ്പൊ എസ് കെ അടക്കം മുഖ്യമന്ത്രിയോട് എപ്പോഴും ഫോണിൽ സംസാരിക്കുന്ന ആളാണ്. മുഖ്യമന്ത്രി ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ് ഫോൺ എടുക്കുന്ന ആളാണ് എസ് കെ, അല്ലെങ്കിൽ ഗുഡ് ഈവനിങ് പറയുന്ന ആളാണ് എസ് കെ. ഇപ്പോൾ മുണ്ടയിൽ കോരന്റെയും കല്യാണിയുടെയും മകനായി ജനിക്കുന്ന 40കളിലോ 50കളിലോ 60കളിലോ ഒന്നും ആ ഭാഷാഭാഗത്വം ഇല്ല. കാലം മുന്നോട്ടേക്ക് മാറുമ്പോൾ പലവിധ പരിണാമങ്ങളിൽ മുഖ്യമന്ത്രിയിലേക്ക് വന്നു ചേരുന്ന ഒരു ഭാഷാ പ്രയോഗമാണ് ഗുഡ് മോർണിംഗ്. അല്ലെ നമ്മളെല്ലാം അങ്ങനെ കാലം മാറുമ്പോൾ നമ്മൾ റിഫൈൻഡ് ആവണം എസ് കെ, നമ്മൾ ശുദ്ധീകരിക്കപ്പെടണം. അങ്ങനെ ശുദ്ധീകരിക്കപ്പെടുന്നില്ലെങ്കിൽ അത് രാഷ്ട്രീയമായി തെറ്റാണ്. എസ് കെ എൻ ഇനി ക്ഷീരബലം 101 ആവർത്തിക്കുന്നത് പോലെ മുഖ്യമന്ത്രി ചെറ്റത്തരം എന്ന വാക്ക് ആവർത്തിച്ചാൽ അത് പൗത്രീകരിക്കപ്പെടുന്നില്ല. ചെറ്റത്തരം എന്ന വാക്ക് ഒരു ഫ്യൂഡൽ മാടമ്പി വാക്കാണ് എസ് കെ.